നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. 9-ാം തീയതി കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലുടനീളം നടന്നുവരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും വളരെ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വൻ വിജയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും സംശയമില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസന കരുത്തിൻ്റെ ബലത്തിലാണ് കേരളം ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അതിലുതകുന്ന രീതിയിലുള്ള ഒരു പ്രകടന പത്രിക ഏതാണ്ട് 950 ഉറപ്പുകളാണ് അതിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 60 ഇനങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടാണ് 10 വർഷത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കേവല ദാരിദ്ര്യം അവസാനിപ്പിക്കും എന്നത് ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തും ഇതേവരെ പ്രാവർത്തികമാക്കാത്ത ഒരു കാര്യമാണ്. അതിപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച സംസ്ഥാനം എന്ന നിലയിൽ കേവല ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുമെന്നുള്ള മുദ്രാവാക്യം പ്രകടന പത്രികയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 3000 ഉറുപ്പികയാക്കി വർദ്ധിപ്പിക്കുമെന്നതും പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും തൊഴിൽ നൽകുക എന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബദൽ നിലപാടാണ്. 50% വരുന്ന സ്ത്രീകൾക്ക് ജോലി ഉറപ്പാക്കുന്ന ഒരു സമീപനം കുടുംബശ്രീ സംവിധാനത്തിൻ്റെ അനുബന്ധമായി നമ്മളിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 62 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. 31.39 ലക്ഷം സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 1000 രൂപ പ്രകാരം ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ KDSCിൻ്റെയും എക്കണോമി മിഷൻ്റെയും ഒക്കെ ഭാഗമായി ഇപ്പോഴാസൂത്രിതമായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകമായ ഒരു ഇനം എന്ന നിലയിലാണ് 50% സ്ത്രീകൾക്ക് ജോലി നൽകുക എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ ജനക്ഷേമകരമായ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രോഗ്രസ് കാർഡ് ഓരോ വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പുരോഗതി ഓരോ വർഷവും ജനങ്ങളെ അറിയിച്ചത്. പൊതുവായ വാഗ്ദാനങ്ങൾ നൽകുന്ന കോൺഗ്രസിനും BJPക്കും അവർ ഇന്നേ വരെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റുന്നവരല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം.